Hello, hi, welcome to Sai Hai with another opportunity. Opportunity നൽകുന്നത് Summer Internship at School of Mathematics Science SMS in NISER ഭുവനേശ്വറാണ് നൽകുന്നത്. സോ ഇത് എസ്പെഷ്യലി ഫോർ മാത്തമാറ്റിക്സ് സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്മർ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. ഇത് ഒരു സ്റ്റൈപ്പൻഡറി പ്രോഗ്രാം കൂടെയാണ്. നിങ്ങൾ ഏത് ഫീൽഡ് ഓഫ് റിസർച്ചിലോട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ ഏത് സമ്മർ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിലോട്ടാണോ പോകുന്നത്, അതിൽ വരുന്ന ആ ഒരു എമൗണ്ട് നിങ്ങളുടെ ഗൈഡ് അല്ലെങ്കിൽ ഏത് PIൻ്റെ അണ്ടറിലാണോ നിങ്ങൾ പോകുന്നത്, പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ അണ്ടറിലാണോ പോകുന്നത്, അവർ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് സ്റ്റൈപ്പൻഡറി എമൗണ്ട് തരുന്നതാണ്. സോ ഇതിൽ എടുത്ത് പറയുന്നില്ല, എത്ര എമൗണ്ടാണെന്ന് പറയുന്നില്ല. സോ മെയിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് അവർ തന്നിരിക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ദെൻ സയൻസ് റിലേറ്റഡ് UG PG ഡിഗ്രി കോഴ്സസ് ഇൻ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി കോളേജസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് ഓൾറെഡി എൻറോൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് പ്രോഗ്രാംസ് ഓഫർ ചെയ്തിട്ടുള്ളത്. അതുപോലെ എയിം ടു ഹാൻഡ് ഓൺ ട്രെയിനിങ് ഇൻ UG PG സയൻസ് സ്റ്റുഡൻറ്റ് ഇൻട്രസ്റ്റഡ് ഇൻ മാത്തമാറ്റിക്കൽ സയൻസ് അവർ പറയുന്നുണ്ട്. ഇതൊരു ഷോർട്ട് ടേം പ്രോജക്റ്റ് ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ ഇൻറ്റേൺസ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് വിൽ ബി വർക്കിംഗ് ഡയറക്ട്ലി അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ദ ഫാക്കൽറ്റി മെമ്പേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള നൈസർ ഭുവനേശ്വറിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഫാക്കൽറ്റീസിൻ്റെ അണ്ടറിൽ തന്നെയായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുക. ദെൻ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദ പ്രോജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പ്രോജക്റ്റ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും അവരെന്ന് പറയുന്നുണ്ട്. അതുപോലെ സമ്മർ ഇൻറ്റേൺഷിപ്പ് വിൽ ബി അലോട്ടഡ് ഫോർ 2 months എന്ന് പറയുന്നത്. ആകെ 2 മാസമാണ് അവർ തരുന്നത്. അതും മിഡ് ഓഫ് ദ May ടു മിഡ് ഓഫ് ദ July വരെയാണ്. അതായത് 16th May ടു 25th July 2025 വരെയാണ് ഡേറ്റ് തന്നിട്ടുള്ളത്. സോ ഓൾറെഡി അവർ എക്സൈറ്റ് ആയിട്ടുള്ള ഡേറ്റും കാര്യങ്ങളും അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ അതിന് കൂടുതലായിട്ട് തന്നെ എക്സ്റ്റൻഷൻ ലോങ്ങർ സ്റ്റേ തരുന്നതായിരിക്കില്ല എന്നും പറയുന്നുണ്ട്. ദെൻ അക്കോമഡേഷൻ കാര്യങ്ങളും അവർ പറഞ്ഞിട്ടില്ല. ദെൻ സ്റ്റുഡൻസ് ഹു ഹാവ് അവൈൽ ദ പ്രോഗ്രാംസ് ഏർലിയർ ഓൾറെഡി ഇവിടെ വർക്ക് ചെയ്തവരാണെങ്കിൽ, ഈ ഒരു പ്രോഗ്രാമിൽ സമ്മർ ഇൻറ്റേൺഷിപ്പ് ചെയ്തവരാണെങ്കിൽ അവർക്ക് ഇനി ചെയ്യാൻ പറ്റുന്നതല്ല. ഓൺലി വൺസ് ആണ് ഒരു സ്റ്റുഡൻറ്റിനെ ഒരു സ്റ്റുഡൻറ്റ് പീരീഡിൽ വൺസ് ആണ് ഇവിടെ ആപ്ലിക്കേഷന് നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ദെൻ യു നീഡ് ടു മെൻഷൻ ദ നെയിം ഓഫ് ദ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ. സോ നിങ്ങൾ അവിടെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അവരുടെ റിസർച്ച് ഏരിയ സ്പെസിഫിക് എല്ലാം തന്നിട്ടുണ്ട്. സോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പേര് കൊടുക്കണം. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏത് PIൻ്റെ അണ്ടറിലാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നുള്ള കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്യണം. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ PI നിങ്ങൾ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ വെച്ചാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. സെപ്പറേറ്റ് അപ്ലിക്കേഷനാണ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. സെപ്പറേറ്റ് ആയിട്ട് PIൻ്റെ എല്ലാം റെസ്പെക്റ്റീവ് PI ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അപ്ലൈ ചെയ്യേണ്ടതാണ്. സെലക്ഷൻ ഓഫ് ദ സ്റ്റുഡൻസ് വിൽ ബി ഡൺ ബൈ ദ റെസ്പെക്റ്റീവ് PI ഓർ ഫാക്കൽറ്റി. ആ ഫാക്കൽറ്റീസ് ആയിരിക്കും തീരുമാനിക്കുക. സോ അവർ ഏത് സ്റ്റുഡൻസിനാണ്. സോ നിങ്ങൾ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. സോ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ട്. നിങ്ങൾ ഇഫ് ദേ ആർ നോട്ട് സപ്പോർട്ടഡ് ബൈ എനി അതർ സോഴ്സസ്, നിങ്ങൾക്ക് ഓൾറെഡി വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് ഫണ്ട് കിട്ടുന്നില്ലെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കൊരു സ്റ്റൈപ്പൻഡറി എമൗണ്ട് തരിക. അതും ഡിപ്പെൻഡ് അപ്പോൺ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റൂളും കാര്യങ്ങളും. അതുപോലെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ബൈ ദ PI നിങ്ങൾക്ക് തരുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ ഡീറ്റെയിൽസ് ഓഫ് ഫാക്കൽറ്റി, പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ വിത്ത് റിസർച്ച് ഏരിയാസ് ആൻഡ് അവൈലബിൾ സീറ്റ്സും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡായി തന്നിട്ടുണ്ട്. ഓരോ ഇൻവെസ്റ്റിഗേറ്റേഴ്സിൻ്റെ താഴെ തന്നെ അവരുടെ മെയിൽ ഐ ഡിയും കാര്യങ്ങളും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മെയിൽ ചെയ്തിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ദെൻ അവരുടെ റിസർച്ച് ഏരിയ ഏതാണ്, സോ നമ്പർ ഓഫ് സീറ്റ്സ്, ഇൻറ്റേൺഷിപ്പ്, ഷോർട്ട് ടേം പ്രോജക്റ്റ് വർക്കിന് ഓരോന്നോരോന്ന് ഓരോ സീറ്റാണ് അവൈലബിലിറ്റി ആയിട്ട് തരുന്നത്. സോ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണോ, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണോ, സോ അതിലേക്ക് മാക്സിമം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക. സോ ഞാൻ മെയിനായിട്ട് അതിൽ ഏതൊക്കെ മാത്സിൻ്റെ ഫീൽഡിൽ റിസർച്ച് ഏരിയ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് പറയാം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്, ഇൻസിഡൻസ് ജിയോമെട്രി, നമ്പർ തിയറി, ക്രിപ്റ്റോഗ്രഫി, discrete mathematics, functional analysis, number theory, then algebraic graph theory, discrete mathematics, differential equation, probability theory, functional analysis, harmonic analysis, differential geometry, harmonic analysis. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് പ്രൊഫസേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നത്. ദെൻ നമ്പർ തിയറി, ആൾജിബ്ര 2 പ്രൊഫസേഴ്സ് നൽകുന്നുണ്ട്. സോ അതിലെല്ലാം സിംഗിൾ ഇൻറ്റേണിനാണ് അവർ എടുക്കുന്നത്. സോ മാക്സിമം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുക, അപ്ലൈ ചെയ്യാതിരിക്കരുത്. നമ്പർ ഓഫ് സീറ്റ് കുറവാന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യാതിരിക്കരുത്. വിത്ത് സ്റ്റൈപ്പൻഡോട് കൂടെ കിട്ടുന്ന ഒരു നല്ലൊരു മികച്ച ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതുപോലെ ഇൻട്രസ്റ്റഡ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. അതുപോലെ ഏത് ഫാക്കൽറ്റീസിൻ്റെ അണ്ടറിലാണ്, ഏത് ടോപ്പിക്കിലാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഡെഫിനറ്റായിട്ടും ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. സോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ത്രൂ മെയിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ടും ടീച്ചേഴ്സിന് ആ ഒരു PIനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. ഗൈഡ് ആണെന്ന് വെച്ചാൽ അവർ കോൺടാക്ട് ചെയ്യണം. ദെൻ ആപ്ലിക്കേഷൻ ടു ബി സെൻഡ് സ്കാൻഡ് കോപ്പി ആയിട്ടാണ് ആപ്ലിക്കേഷൻ ഫോം. താഴെ ആപ്ലിക്കേഷൻ ഫോമും ബോണഫൈഡും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. നമുക്കത് പൂരിപ്പിച്ചിട്ട് വേണം നമ്മളത് PDF ആയിട്ട് അവർക്ക് മെയിൽ ചെയ്ത് ആ ഫാക്കൽറ്റീന് നമ്മൾ മെയിൽ ചെയ്ത് കൊടുക്കേണ്ടത്. സോ ഡീറ്റെയിൽ ഓഫ് ദ കറണ്ട് റിസർച്ച് ഏരിയാസും ഫാക്കൽറ്റി, ദെൻ ദ മെയിൽ
ഇമെയിൽ ID എല്ലാം ടേബിളിൽ തന്നിട്ടുണ്ട്. സോ നിങ്ങളിപ്പോൾ ഓൾജിബ്ര ആണ് നിങ്ങളുടെ മീൻസ് ആ ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുഷാർ കട്ന നായിക് എന്ന് പറഞ്ഞ ആ ഒരു മെയിൽ ID ഉണ്ടാവില്ല, ഈ മെയിൽ IDയിലോട്ടാണ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്. അല്ലാണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിൽ ID അല്ല, ഏത് പ്രൊഫസറാണോ അവരുടെ മെയിൽ IDയിലോട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ദെൻ ബോണഫൈഡ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾ ആ ഒരു മെയിലിൽ അറ്റാച്ച് ചെയ്തിരിക്കണം. PDF ഫോമാറ്റിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കണം. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 31 മാർച്ച് 2025 ആണ്. ദെൻ ലാസ്റ്റ് ഡേറ്റ് വിത്തൗട്ട് ബോണഫൈഡ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വിൽ നോട്ട് ബി കൺസിഡർ. ഓക്കെ, ബോണഫൈഡ് സർട്ടിഫിക്കറ്റോ NOC ഇല്ലാതെ നിങ്ങളുടെ പാരന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഈ സാധനങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് മാത്രമാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈവൻ നിങ്ങൾ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അവസരം ലഭിക്കുന്നതല്ല. സോ മാക്സിമം ശ്രദ്ധിച്ചിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. സോ എടുത്ത് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ദെൻ ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നുണ്ട്. നൈസറിലുള്ള മെയിനായിട്ട് പറയേണ്ട കാര്യം, നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക്കേഷനും കാര്യങ്ങൾ പോവുകയാണെങ്കിൽ എല്ലാ റൈറ്റ്സും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സും നൈസർ അവരുടെ ആ ഫാക്കൽറ്റീസ് തന്നെ ആയിരിക്കും എടുക്കേണ്ടാവുക. നിങ്ങൾക്ക് ഓണായിട്ട് എടുക്കാൻ പറ്റുന്നല്ല ഡേറ്റാസും കാര്യങ്ങളും. അതുപോലെ ഷോർട്ട് ടേം ഡെസർട്ടേഷൻ പ്രോജക്റ്റ് ഷാൽ നോട്ട് ബി നോ റൈറ്റ് ടു ഡേറ്റ ജനറേറ്റ് ഡ്യൂറിങ് ദ പ്രോജക്റ്റ്. സോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ ഒരു ഡേറ്റാസ് എല്ലാം ഓൺ ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ അതോറിറ്റിയും അതുപോലെ ഓണർഷിപ്സും കാര്യങ്ങളെല്ലാം പോകുന്നത് ആ നൈസറിലുള്ള ഫാക്കൽറ്റി ആസ് വെൽ ആസ് ആ നൈസർ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പ്രോജക്റ്റ് വർക്ക് എന്നുള്ള ഒരു കൺസിഡറേഷൻ മാത്രമേ ഉണ്ടാവും. ഇവിടെ നിങ്ങൾ പബ്ലിക്കേഷന് പോവുകയാണെങ്കിൽ അവിടെയുള്ള ഫാക്കൽറ്റീസിൻ്റെ പെർമിഷൻ വേണം. അല്ലാതെ നമ്മുടെ പാരന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് നമ്മുടെ ഡേറ്റ എടുത്ത് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ല. സോ അത് ഓൾറെഡി ഒരു പേറ്റൻ്റായിട്ട് പറയുന്നുണ്ട്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നുണ്ട്. സോ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾ ഡീൽ വിത്ത് ദ ഡേറ്റാസ് ആൻഡ് ഇൻഫർമേഷൻ എടുത്ത് പറയുന്നുണ്ട്. ലാബായാലും ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്കൂൾ, ഇൻസ്ട്രുമെൻറ്റേഷൻ ഫെസിലിറ്റീസ് ആണെങ്കിലും എല്ലാം കോൺഫിഡൻഷ്യലിയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അതിനുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ദെൻ സ്റ്റുഡൻസ് മസ്റ്റ് ബി ഏബിൾഡ് ബൈ ദ റിലവൻറ്റ് റൂൾസ് ആൻഡ് ഡെപ്പോസിറ്റ് കോഷൻ മണി. ഇഫ് നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസിൻ്റെ കാര്യങ്ങൾ അവർ തരുവാണെങ്കിൽ അവർ കോഷൻ ഡെപ്പോസിറ്റ് സംടൈംസ് പേ ചെയ്യേണ്ടതായിട്ട് വരും എന്ന് പറയുന്നുണ്ട്. സോ ഒന്ന് ശ്രദ്ധിക്കുക. സോ നൈസർ ഇമെയിൽ ID വിൽ ബി ഗിവൺ സമ്മർ ഇന്റേൺഷിപ്പ്. ഓക്കെ, സോ നൈസറിൻ്റെ മെയിൽ ID അല്ല, പകരം ആ പ്രൊഫസേഴ്സിൻ്റെ മെയിൽ IDയിലോട്ടാണ് നിങ്ങളെല്ലാ ഡീറ്റെയിൽസും ഫോർവേഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് പറയുന്നുണ്ട്. സോ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ ചാർജസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ വൈഫൈ കാര്യങ്ങളൊക്കെ പാസ്വേഡും കാര്യങ്ങളൊക്കെ അവർ തരുന്നതാണ് പറയുന്നത്. സോ സ്റ്റൈപ്പൻഡോട് കൂടെ നല്ലൊരു മികച്ചൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ ഇതിനൊരു ആപ്ലിക്കേഷൻ ഫോമാണ്. ഇതിൽ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യണം. അവർ നീറ്റായിട്ട് ഫില്ല് ചെയ്യുക, ശ്രദ്ധിച്ചിട്ട് മാത്രം ഫില്ല് ചെയ്യുക. അതിലുള്ള പിന്നെ NOCയും കാര്യങ്ങളെല്ലാം അവർ പറയുന്നുണ്ട്. അത് നമ്മൾ ബോണഫൈഡ് സർട്ടിഫിക്കറ്റും NOCയും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിൻസിപ്പൽ ഓഫ് നമ്മുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു മെയിൽ ഏത് പ്രൊഫസറാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അവരുടെ മെയിൽ IDയിലോട്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ. അതുപോലെ ഏത് പ്രൊഫസറിൻ്റെ അണ്ടറിലാണോ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത് അത് സ്പെസിഫൈ ചെയ്ത് മെൻഷൻ ചെയ്യണമെന്ന് അവർ പറയുന്നുണ്ട്. സോ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. സോ ഇതൊക്കെയാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഇൻഫർമേഷൻസ്. ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.